തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്രയിൽ വന്യജീവികളെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വേനൽക്കാലത്താണ്. ഉൾക്കാട്ടിലെ ജലസ്രോതസ്സുകൾ വറ്റിയാൽ ദാഹമകറ്റാൻ കാട്ടാനക്കൂട്ടം ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ തടാക തീരത്തേക്ക് ഇറങ്ങും. ബോട്ട് യാത്ര നടത്തുന്ന സഞ്ചാരികളെ വിസ്മയിപ്പിച്ചങ്ങനെ തടാക തീരത്ത് വിലസും. വനംവകുപ്പിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും ബോട്ടുകളാണ് യാത്രയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. സൗകര്യങ്ങളിലും സുരക്ഷയിലും ഒരാശങ്കയും വേണ്ട. നന്നായിട്ടുണ്ടായിരുന്നു. തേക്കടി അവരുടെ ബോട്ടിങ്, പിന്നെ അവരുടെ സർവീസ്, കേരള ഫോറസ്റ്റുകാരൻ്റെ സർവീസ് എല്ലാം നന്നായിരുന്നു. ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾക്ക് എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റി. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായ വനത്തിലേക്കുള്ള ട്രെക്കിങ്ങും നിരവധി ആളുകളെ ആകർഷിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് പൂച്ചെടികളും സസ്യയിനങ്ങളും ഉൾപ്പെടുത്തി കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന തേക്കടി പുഷ്പമേളയും വൻ ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് സഞ്ചാരികൾ പുഷ്പമേളയ്ക്ക് എത്തിയിരുന്നു. ഈ വേനലവധിക്കാലത്ത് കുട്ടികളും കുടുംബവും ഒക്കെയായി കുറഞ്ഞ ചെലവിൽ നല്ലൊരു യാത്ര പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ധൈര്യമായി തേക്കടിയിലേക്ക് പോരാം. മൃഗങ്ങളെയൊക്കെ കണ്ട് കാടറിഞ്ഞ് സുന്ദരമായ ഒരു യാത്രാനുഭവമായി നിങ്ങൾക്ക് മടങ്ങാം. തേക്കടിയിൽ നിന്നും നന്ദുഷ എസ്, മാതൃഭൂമി ന്യൂസ്, കുമളി. നന്ദുഷ നോക്കപ്പെടുന്നത് നന്ദുഷ, ഒരു അല്പം പച്ചപ്പും ഒരു ചെറിയ തണുത്ത കാറ്റും കിട്ടിയാൽ വലിയ ആശ്വാസമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. അതുകൊണ്ട് കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. മൊത്തം ഇടുക്കിയിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്കുണ്ടോ ഇപ്പോൾ? ഈ തേക്കടി തടാകത്തിൻ്റെ ഒരു പ്രത്യേകത ഋതുക്കൾ മാറുന്നതനുസരിച്ച് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറും എന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം, പെരിയാർ ടൈഗർ റിസർവിൻ്റെ അതിനെ ചുറ്റിപ്പറ്റി അതിനുള്ളിൽ ഉള്ള തടാകമാണ് തേക്കടി തടാകം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ വിനോദസഞ്ചാരമൊക്കെ ആ മേഖലയിൽ വളർന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ കെട്ടി നിൽക്കുന്ന ജലമാണ് ഈ തേക്കടി തടാകമായി രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഘോര വനത്തിന് നടുവിലൂടെയുള്ള ഈ ഒരു വലിയ ജലശേഖരം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഒരുപോലെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വേനൽക്കാലത്ത് ചുറ്റുപാടുമുള്ള ഉൾവനത്തിലെ പോലും ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടിട്ട് പോലും മൃഗങ്ങളെല്ലാം ഈ തേക്കടി തടാകത്തിൻ്റെ പരിസരത്തേക്ക് വെള്ളം കുടിക്കാനും മറ്റും എത്തുന്നത്. ഇത് ഈ ടൂറിസത്തെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. കാരണം ബോട്ടിങ്ങിന് പുറപ്പെടുന്നവർക്ക് വളരെ നല്ല രീതിയിൽ കാടിനെ അറിയാനും മൃഗങ്ങളെപ്പറ്റി അറിയാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ബോട്ടിംഗ് ആയിരിക്കും തേക്കടിയിൽ നിന്ന് ലഭിക്കുക. കാരണം മൃഗങ്ങളെല്ലാം ബോട്ട് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ബോട്ട് ജലത്തിലൂടെ നീങ്ങുന്നതിൻ്റെ സമീപത്തൊക്കെയായി തന്നെ വെള്ളം കുടിക്കാനും ഒക്കെയായി കൂട്ടമായി എത്താറുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. തേക്കടി ടൂറിസം സംബന്ധിച്ച് ഈ ഒരു വേനൽക്കാലത്ത് പോലും വരുന്ന സഞ്ചാരികളൊന്നും നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതോടൊപ്പം തന്നെ തേക്കടിയുടെ സമീപത്തൊക്കെ ഉള്ള മേഖലകളിലൊക്കെ തന്നെ ട്രക്കിംഗ് പോലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. വനത്തിനുള്ളിലേക്ക് കാൽനടയായി സഞ്ചരിച്ച് വനത്തെ അറിയാനും തേക്കടിക്കൊപ്പം മറ്റ് പല സ്ഥലങ്ങളിൽ കൂടി ഇന്ന് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വേനലവധിക്കാലം നല്ല നല്ല കൊച്ചി യാത്രകളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നടത്തുകയാണെങ്കിൽ അത് കൂടുതൽ നാട്ടിലുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ